ഹലോ, വെൽക്കം ടു ചാരോ വിത്ത് അനല. കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവം വരാൻ പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സമയത്ത് കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് ഈ സമയത്ത് നമുക്ക് തരാനുള്ള ഒരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, കരിയർ, ലവ്, ഫിനാൻസ്, ഹെൽത്ത്, അങ്ങനെ എന്ത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, അതിന് അമ്മ തരുന്ന ഒരു മാർഗ്ഗനിർദ്ദേശം ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് 2 പൈൽസാണുള്ളത്, പൈൽ 1 ആൻഡ് പൈൽ 2. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈൽ ചൂസ് ചെയ്യുക. അതിനുശേഷം റീഡിംഗ് കാണാം. പൈൽ 1ൻ്റെ റീഡിംഗ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. കാർഡ്സ് ഞാൻ ഷഫിൾ ചെയ്യുകയാണ്. കൊടുങ്ങല്ലൂർ അമ്മ ഇപ്പോൾ ഭക്തർക്ക് വേണ്ടി നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ലൈഫിൽ ഉള്ള പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ സമയത്ത് അമ്മ അത് പരിഹരിക്കാനായിട്ട് ഭക്തർക്ക് തരുന്ന മാർഗ്ഗനിർദ്ദേശം എന്താണ്? ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരണം എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. അതിനുള്ള കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് കാർഡ്സ് എടുക്കാം. കറണ്ട് എനർജിയാണ്. എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്? എവിടെയാണ് നിങ്ങൾക്കൊരു ബ്ലോക്ക് വരുന്നത്? ഈ ഒരു കാര്യത്തിൽ അമ്മയുടെ ഗൈഡൻസ് എന്താണ്? എന്ത് ബ്ലെസ്സിങ് ആണ് അമ്മ ഈ സമയത്ത് തരുന്നത്? അമ്മയുടെ ഫൈനൽ മെസ്സേജ് എന്താണ്? കാർഡ്സ് നമുക്ക് നോക്കാം. കറണ്ട് എനർജി ആയിട്ട് വരുന്നത് ഏസ് ഓഫ് വാണ്ട്സ് ആണ്. സ്ട്രെങ്ത് ആയിട്ട് വരുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ്. ബ്ലോക്ക് വരുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ്. അമ്മയുടെ ഗൈഡൻസ് ആയിട്ട് വരുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത് 2 ഓഫ് സ്വാർഡ്സ്. അമ്മയുടെ ഫൈനൽ മെസ്സേജ് ഏസ് ഓഫ് സ്വാർഡ്സ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം റീഡിങ്. നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് വരുന്നത് ഏസ് ഓഫ് വാണ്ട്സ് ആണ്. അതായത് നിങ്ങൾക്കൊരു പുതിയൊരു ഐഡിയ, പുതിയൊരു കാര്യം, ഒരു തോട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം, ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഐഡിയ. സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഒരാളെ പുതിയതായിട്ട് പ്രപ്പോസ് ചെയ്യണമെന്നോ, അതോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുരോഗതി ഉണ്ടാവാനായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾ പുതിയതായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. കറണ്ട് എനർജി ആയിട്ട് വരുന്നതാണ് ഏസ് ഓഫ് വാണ്ട്സ്. ഇനി നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് നോക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പരിതസ്ഥിതികൾ വളരെ പ്രതികൂലമായിരിക്കാം. എവിടെ നോക്കിയാലും നെഗറ്റീവുകളായിരിക്കാം നിങ്ങൾ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നടത്തിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കുറേ തടസ്സങ്ങളുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ് എന്നാണ് കാണാൻ പറ്റുന്നത്. ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഈ അമ്മയുടെയും മകൻ്റെയും അവസ്ഥ വളരെ കഷ്ടമാണ്. ഒരു മഞ്ഞ് സമയമാണ്, ഈ മോന് വയ്യ, എന്നിട്ടും അവർ ആ തണുപ്പിൽ കൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടകരമായൊരു അവസ്ഥയാണെങ്കിലും അവർ ഒരു പ്രതീക്ഷ എവിടെയൊക്കെയോ ഉണ്ട്, മുന്നോട്ട് എന്തൊക്കെയോ കാണാനുണ്ട്, പ്രതീക്ഷയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ നടന്നു നീങ്ങുകയാണ്. ഈ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കും കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവില്ലായിരിക്കാം. മറ്റു തരത്തിലുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ടെങ്കിലും സാരമില്ല എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റായിട്ട് കാണാൻ കഴിയുന്നത്. ഇനി നിങ്ങളുടെ ബ്ലോക്ക് എന്താണ്? നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറായിരിക്കും നിങ്ങൾക്കൊരു ബ്ലോക്കായിട്ട് വരുന്നത്. ഫാമിലി പാർട്ടീഷനൊക്കെ ചെയ്യാൻ സമയമായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഒരു സഹായം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് ഉടനെ കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാവാം. അല്ലെങ്കിൽ ഫാമിലിയുടെ ഭാഗത്തു നിന്ന്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഫാമിലിയുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ടില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനായിട്ട് വീട്ടുകാർ സപ്പോർട്ടല്ല, അങ്ങനെയുള്ള നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു തടസ്സം വരുന്നുണ്ട്. ഒരു പക്ഷേ ഒരുപാട് വർഷമായിട്ടൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒരു നടത്തി കിട്ടാനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി കൊടുങ്ങല്ലൂർ അമ്മയുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഈ ഒരു കാര്യം നടക്കില്ല എന്ന് അമ്മ പറയുന്നില്ല, നിങ്ങളോട് കാത്തിരിക്കാനാണ് പറയുന്നത്. സമയം വരുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഇത് നമ്മുടെ ഭാഗ്യചക്രമാണ്, നമ്മുടെ ജീവിത ചക്രമാണ്. ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കുറേ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ആണെങ്കിലും ഈ കാലചക്രം തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള സമയം വരുമെന്നാണ് അമ്മ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ഡിവൈൻ ടൈമിംഗ്
നിങ്ങളുടെ കാര്യം, ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നതിനുള്ള ഡിവൈൻ ടൈമിംഗ് ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് നമ്മുടെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്? ഈ കാർഡുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങളൊരു അനാലിസിസ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കുറച്ച് നാൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ കുറച്ച് നാൾ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് അടുത്ത് കിട്ടാനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാകാനോ ആയിട്ട് കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് കാണുന്നുണ്ട്. തീരുമാനമെടുക്കാനായിട്ട് കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് കാണുന്നത്. ഇനി കൊടുങ്ങല്ലൂരമ്മയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ മെസ്സേജ് എന്താണ്? ഏസ് ഓഫ് സ്വോർഡ്സ്. നിങ്ങൾക്ക് ഒരു പുതിയ തോട്ട് വരുന്നുണ്ട്. ഈ ഒരു ഐഡിയ നടത്തിയെടുക്കാനുള്ള ഒരു പുതിയ തോട്ട്, അതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ആണ് അമ്മ നിങ്ങൾക്ക് ഫൈനലായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു വഴി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് വരുന്നത് വരെ നിങ്ങളിവിടെ ടെൻഷൻ അടിച്ച് കുറച്ച് തീരുമാനം എടുക്കാൻ കഴിയാതെ ഇരിക്കേണ്ടി വരും. പക്ഷേ കറക്റ്റ് ഡിവൈൻ ടൈമിംഗ് ആകുമ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്ട്രെങ്ത്, അതായത് പ്രതികൂല സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ ഒരു കഴിവ് റിവാർഡ് ചെയ്യപ്പെടും. നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ ഭാഗത്തു നിന്നാണോ എതിർപ്പ് നേരിടേണ്ടി വരുന്നത് അതൊക്കെ മാറി അല്ലെങ്കിൽ അത് മാറ്റാനുള്ള ഒരു വഴി, ഒരു പുതിയ തോട്ട് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരു പുതിയ ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് നടത്തിയെടുക്കാനായിട്ട് ഒരു ഐഡിയ കൊടുങ്ങല്ലൂരമ്മ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം നെഗറ്റീവ് ആണെങ്കിൽ തന്നെ വരാൻ പോകുന്നത്, ഈ ഒരു സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ, ക്വിറ്റ് ചെയ്യാതെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു പോസിറ്റീവ് റിസൾട്ടാണ് എന്നാണ് കൊടുങ്ങല്ലൂരമ്മ നിങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നത്. ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഈ ഒരു റീഡിംഗ് കൊണ്ട് പ്രയോജനം കിട്ടും എന്നുള്ള ആളുകൾക്ക് ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക് യു സോ മച്ച്. ടാരോ വിത്ത് അനല. ഇന്ന് കൊടുങ്ങല്ലൂരമ്മയുടെ മാർഗനിർദ്ദേശങ്ങൾ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ എന്താണ് ആ പ്രശ്നത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളൊരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരണം എന്ന് കൊടുങ്ങല്ലൂരമ്മയോട് പ്രാർത്ഥിക്കാം. ഞാൻ കാർഡ്സ് എടുക്കുകയാണ്. എന്താണ് നിങ്ങളുടെ കറൻറ്റ് എനർജി? നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ് ഈ സമയത്ത്? നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയാണ് നിങ്ങൾക്കൊരു ബ്ലോക്ക് വരുന്നത്? കൊടുങ്ങല്ലൂരമ്മ ഈ സമയത്ത് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ്? ഇതിൻ്റെ ഒരു ഗൈഡൻസ്, ഇതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും? കൊടുങ്ങല്ലൂരമ്മ ഈ സമയത്ത് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഫൈനൽ മെസ്സേജ് എന്താണ്? കാർഡ്സ് നമുക്ക് റിവീൽ ചെയ്യാം. ഹെർമിറ്റ് കാർഡ്, Devil card, 4 of Wands, 10 of Swords, 8 of Wands and 9 of Swords ആണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് ഇവിടെ കാണുന്നത് ഹെർമിറ്റ് എനർജിയാണ്. അതായത് നിങ്ങൾ വളരെ ഒത്തിരി ഡീപ്പായിട്ട് ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് ഇവിടെ വരുന്ന ഈ കാര്യം നടത്തിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സ്ട്രെങ്ത് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഡെവിൾ എനർജിയാണ്. അതായത് ഈ ഒരു കാര്യം, ആ ഒരു കാര്യത്തോട് നിങ്ങൾക്ക് വളരെയധികം പാഷനുണ്ട്. നിങ്ങൾ ഒബ്സസീവായിട്ട് അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ ശരിയാക്കിയെടുക്കാം, എങ്ങനെ അത് ഒന്ന് പ്രവൃത്തിയിൽ കൊണ്ടുവരാം, എങ്ങനെ നടത്തിയെടുക്കാം എന്നുള്ള ഒരു ചിന്ത വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്കുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കുള്ള ഒരു ബ്ലോക്കായിട്ട് വരുന്നത് 4 of Wandsൻ്റെ എനർജിയാണ്. അതായത് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ സക്സസ്, എനിക്ക് അത്രയും മാത്രമേ പറ്റുള്ളൂ എന്ന് നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. എത്രത്തോളം ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അത് കടന്ന് മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു ലെവൽ ഓഫ് സക്സസ് കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലായിരിക്കാം. ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് കൊടുങ്ങല്ലൂരമ്മ നിങ്ങൾക്ക് തരുന്നൊരു ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്.
ഇത് നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യേണ്ട കാര്യമാണോ, നിങ്ങൾക്കിത് ആവശ്യമുള്ള കാര്യമാണോ എന്ന് ഒന്ന് റീതിങ്ക് ചെയ്യാനാണ് അമ്മ നിങ്ങളോടിപ്പോൾ പറയുന്നത്. കാരണം ഒരു 10 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ് നമുക്ക് ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ശ്രമിച്ചിട്ടും ഈ കാര്യം നടക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം ഇറ്റ് ഈസ് നോട്ട് മെൻറ്റ് ഫോർ യു. അങ്ങനെയും ആകാം, നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലും നല്ലത് വരാനിരിക്കുന്നുണ്ട് എന്നൊരർത്ഥം ഉണ്ടാവാം. ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ നടക്കണം എന്ന് വിചാരിക്കാതെ ഈ സമയത്ത് നിങ്ങളൊന്ന് വിട്ടുകൊടുക്കാനായിട്ട് പഠിക്കുക. കാരണം ഈ ഒരു തോട്ട് നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ശേഷം ഒരു പുതിയ വാതിൽ തുറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഒരു പുതിയ ജോലി ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കാം. പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്കായി നിൽക്കുന്നത് നിങ്ങൾ ഈ ഒരു തോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആക്ച്വലി ഈ ഡെവിൾ കാർഡ് എന്ന് പറയുന്നത് നമുക്കൊരു നെഗറ്റീവ് മീനിങ് തരുന്ന ഒരു കാർഡാണ്. ഒരു അൺഹെൽത്തി അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ് അവിടെ വന്നിട്ടുള്ളത്. അത് ഇവിടെ വന്നിട്ടുള്ള സ്ട്രെങ്ത്തിൻ്റെ കാർഡായിട്ടാണ്. നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ് ഈ ഡെവിൾ കാർഡ്. അതായത് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എങ്കിൽ അത് എന്താണ്, നിങ്ങൾക്കത് നെഗറ്റീവായിട്ടുള്ള ഫലമേ തരുള്ളൂ. നല്ല കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫലമായിരിക്കും വരിക. അതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് മീനിങ് ഉള്ള ഒരു കാർഡ് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് 10 ഓഫ് സ്വോർഡ്സ് ആണ്. അതായത് ഇതും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാലും നിങ്ങൾക്ക് അവസാനം ഒരു വേദനയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ തോട്ട് ഉപേക്ഷിച്ചിട്ട് ഫ്രീ ആവുക. നിങ്ങളിലേക്ക് ഒരു പുതിയ വാതിൽ തുറന്നു വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണാത്ത എന്തോ ഒരു പുതിയ കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദൂരത്തേക്ക് ഒരു യാത്ര ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് നടക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഒരു ഫൈനൽ മെസ്സേജ് എന്നുള്ള രീതിയിൽ അമ്മ പറയുന്നത് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള എനർജിയാണ്. നോക്കൂ, സ്വോർഡ് എനർജിയാണ്, 9 ഓഫ് സ്വോർഡ്സ്. നിങ്ങൾ നിങ്ങളുടെ ടെൻഷനുകൾ അവസാനിപ്പിക്കുക. ഈ ഹെർമിറ്റ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് വരിക. ഒരുപാട് തിങ്ക് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി രാത്രികളിൽ ഉറക്കം കളയുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങളൊന്ന് ഫ്രീ ആവാനാണ് പറയുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് നിങ്ങളെക്കുറിച്ച് വേറെ ഒരുപാട് പ്ലാനുകളാണുള്ളത്. നിങ്ങൾ ആ ദൈവത്തിൻ്റെ പ്ലാനിൽ വിശ്വസിക്കാതെ നിങ്ങളുടെ മാത്രം പ്ലാനിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ വലിയ സക്സസ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. അത് അവസാനം ഒരു വേദനയിൽ ചെന്നാണ് നിൽക്കാനുള്ള സാധ്യത. അതുകൊണ്ട് ഈ സമയത്ത് ഒരുപാട് ശ്രമിച്ചിട്ടും ഈ കാര്യം നടക്കുന്നില്ല എങ്കിൽ നിങ്ങളതിനെ ഒന്ന് വിട്ടിട്ട് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങളിലേക്ക് വരാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ ലൈഫിലേക്ക് കടത്തിവിടാനുള്ള സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഈ സമയത്ത് കൊടുങ്ങല്ലൂരമ്മ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. 9 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയിൽ നിന്ന് പുറത്തു വരിക. ഈ ടെൻഷൻ ഒക്കെ ഒന്ന് ഒഴിവാക്കുക. ഗോഡ് ഹാസ് പ്ലാൻസ് ഫോർ യു. ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്ന ഒരാൾക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.